സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് മുഴുവൻ വായിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ 48-ാമത്തെ വാക്യം വായിച്ചു കൊള്ളുന്നു. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഒരു പുതിയ ദിവസം അവിടുന്ന് ദാനമായി നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. തിരുവചനവുമായിട്ട് അല്പനേരം അവിടുത്തെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അത് 100, 60, 30 മേനിയായിട്ട് ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന നിൻ്റെ ജനത്തെയും നീ അവിടുന്ന് ഒരേപോലെ അനുഗ്രഹിക്കണമേ. സകലവും സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് ദൈവമുണ്ടായി കേൾക്കണമേ. ആമേൻ. നമ്മളിന്ന് ഇവിടെ ധ്യാനിക്കുന്നത് 2 അത്ഭുതങ്ങളെ പറ്റിയിട്ടാണ്. ഈ 2 അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഒന്ന് ജൈറോസ്, പള്ളിപ്രമാണിയായ ജൈറോസിൻ്റെ മകൾക്ക് ലഭിക്കുന്ന സൗഖ്യം, മരണത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതായിട്ടുള്ളൊരു സംഭവവും, അതേപോലെ തന്നെ 12 വർഷമായി രക്തസ്രാവം മൂലം വളരെയേറെ പ്രയാസപ്പെടുന്ന, ദുഃഖിതരായിരിക്കുന്ന ഈ സ്ത്രീയുടെ ഒരു സൗഖ്യവും കൂടെയാണ്. അങ്ങനെ ഇരിക്കെ 2 അത്ഭുതങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഈ 2 അത്ഭുതങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സൗഖ്യത്തെയാണ് നമുക്ക് ഈ ഭാഗത്തിൽ ലൂക്കോസ് ഏവൻഗലിസ്തൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു ചെറിയ ധ്യാനത്തിന് വിശ്വാസത്തെ പറ്റി ധ്യാനിക്കാം എന്ന് വിചാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഗെനസരേത്ത് തടാകത്തിൽ ഭൂതങ്ങളെ പുറപ്പെടുവിച്ചതിന് ശേഷം താൻ തിരിച്ച് മടങ്ങി വരുമ്പോൾ അനേക ജനസമൂഹമാണ് തന്നെ എതിരേൽക്കുന്നത്. അത് കഴിഞ്ഞ് അനേകം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതായിട്ടുള്ള സ്ഥലത്തിലേക്ക് കർത്താവ് വരുമ്പോഴാണ് ഈ 2 സംഭവങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ ധ്യാനത്തിന് ഞാൻ കൊടുക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ബൗണ്ടറീസ് എന്നുള്ളതാണ്. വിശ്വാസവും അതിരുകളും എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ഈ ഒരു ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച 2 എളിയ ചിന്തകൾ മാത്രം പങ്കിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ധ്യാനം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ഫെയ്ത്ത് ഈസ് എ മൂവ്മെൻറ്റ്. വിശ്വാസം ഒരു ചലനാത്മകമാണ് എന്ന് ഞാൻ പറയും. 41-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, പള്ളിപ്രമാണിയായിരിക്കുന്ന ജൈറോസ് ഓടി വന്ന് കർത്താവിൻ്റെ മുമ്പിൽ കാൽക്കൽ വീഴുന്നതായിട്ടുള്ളൊരു ഒരു കാര്യം അവിടെ കാണുകയാണ്. പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ സിനഗോഗിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. NRSV ബൈബിളിൽ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ലീഡർ ഓഫ് ദി സിനഗോഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിനഗോഗിലെ ആരാധനകൾക്കും സിനഗോഗിലെ ശുശ്രൂഷകൾക്കും നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് ജൈറോസ്. അത്രയ്ക്ക് നിലയും സമൂഹത്തിൽ വിലയും ഉള്ള ആ ജൈറോസ് ഇവിടെ ഇതാ കർത്താവിൻ്റെ മുമ്പാകെ വന്ന് കാൽക്കൽ വീഴുകയാണ്. എന്താണ് കാരണം? തൻ്റെ ഏകജാതിയായ ഒരു ബാലയുടെ മരണാവസ്ഥയെ, ആ മരണാവസ്ഥയിൽ നിന്ന് സൗഖ്യമാക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ താൻ വന്ന് മുമ്പിൽ വണങ്ങിയാണ്. ഇതിന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരുന്നത്, താൻ ഒരിക്കലും കാണാത്ത ഒരു ദൈവത്തെ, എന്നാൽ കേട്ടറിവിലൂടെ താൻ മനസ്സിലാക്കുന്ന ഒരു സത്യം, കർത്താവിന് മാത്രമേ ഈ ഒരു രോഗാവസ്ഥയിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന്. സമൂഹത്തിൽ ഏറ്റവും നിലയും വിലയുമുള്ള ഈ ജൈറോസ് താൻ എപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് താൻ കർത്താവിൻ്റെ മുമ്പാകെ വണങ്ങുന്നതായിട്ട് കാണുന്നു. അവിടെ പബ്ലിക് ഇമേജോ സെൽഫ് ഇമേജോ ഒന്നും വഹവയ്ക്കാതെ താൻ എപ്പോഴും
പ്രിയം വെച്ച കർത്താവിലേക്ക് തല വണക്കുന്നതായിട്ട് കാണുന്നു. 44 വാക്യം വീണ്ടും നാം വായിക്കുമ്പോൾ 12 വർഷമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ സമ്പാദ്യം എല്ലാം തന്നെ കൊടുത്തു പല വൈദ്യന്മാർക്ക് സൗഖ്യമാകുമോ എന്ന് അറിയാൻ വേണ്ടി. എന്നാൽ ഒരിക്കലും 12 വർഷമായിട്ട് സൗഖ്യമായതേ ഇല്ല. അപ്പോൾ താൻ കേട്ടറിഞ്ഞ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ, ഒന്ന് പോയി തൊടുവാൻ തക്കവണ്ണം താൻ ബലപ്പെടുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ 2 സംഭവങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ഈ 2 സംഭവങ്ങളിലും വിശ്വാസ പ്രഖ്യാപനമാണ് നടക്കുന്നത്. വിശ്വാസത്തോടെ തങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ വിശ്വാസത്തിനോട് പ്രതികരിക്കുന്നത് സൗഖ്യത്തിലേക്ക് ആണ് എന്ന് നാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ട വചനം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് എ മൂവ്മെൻറ്റ്. നമ്മളെ ചലിപ്പിക്കുന്നതാണ്. നമ്മളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്നും ആയിരിക്കേണ്ട സ്ഥാനത്തിലേക്കുള്ള ഒരു ചലനം. ഈ എല്ലാ യാത്രകളും നമ്മളെ നയിക്കേണ്ടത് കർത്താവിങ്കിലേക്കാണ്. കർത്താവാണ് നമ്മുടെ എൻഡ് ഗോൾ എന്ന് ഞാൻ പറയുമെങ്കിൽ, വിശ്വാസം നമ്മളെ അവിടേക്ക് എത്തിക്കുന്ന ഒരു ഘടകമാണ്. വിശ്വാസം നമ്മളെ അവിടെ എത്തിക്കുന്ന ഒരു ചലനമാണ്. എല്ലാ ജേർണിയും ഷുഡ് എൻഡ് ഇൻ ക്രൈസ്റ്റ്. അത്തരത്തിൽ ഈ 2 വിശ്വാസങ്ങൾ, ഈ 2 പേരുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വളരെ ധൈര്യത്തോടെ എല്ലാ പബ്ലിക് ഇമേജിനെയും സെൽഫ് ഇമേജിനെയും എല്ലാം തകർത്ത് അവർ മുൻപിൽ വന്ന് തങ്ങളുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ സൗഖ്യമുണ്ടാകുന്നതായിട്ടും അനുഗ്രഹങ്ങളുണ്ടാകുന്നതായിട്ടും കാണാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫെയ്ത്ത് ഈസ് എൻഡ്യൂറൻസ് എന്നുള്ളതാണ്. വിശ്വാസം സഹിഷ്ണുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസം ഇസ് എ മൂവ്മെൻറ്റ്, ഒരു യാത്രയാണ്, ഇല്ലെങ്കിൽ ഒരു ചലനമാണ് എന്നൊക്കെ പറയുമെങ്കിൽ ഇവിടെ ഞാൻ സഹിഷ്ണുത എന്ന് പറയും. 49 വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരാൾ വന്ന് ജൈറോസിനോട് പറയുകയാണ്, നിൻ്റെ മകൾ മരിച്ചു, ഇനിയും ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറയുന്നത് ജൈറോസിൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ജൈറോസ് ഇവിടെ തൻ്റെ മനസ്സിൽ തന്നെ ഒരു നിശ്ചലതയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം ഏകജാതിയായ ഒരു മകൾ, ആ മകൾ 12 വയസ്സാകുമ്പോൾ തന്നെ മരിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അങ്ങനെ ഈ ഒരു വാർത്ത ഈ ആൾ വന്ന് അറിയിക്കുമ്പോൾ വളരെ പ്രയാസപ്പെടുന്നതായ ജൈറോസിനോട് കർത്താവ് പറയുന്നൊരു വാക്ക് വളരെ ഹൃദ്യസ്ഥമാണ്. അത് പറയുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതും അത് തന്നെയാണ്. കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതേപോലെ തന്നെയാണ് 52 53 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ആ മുറിയിൽ കൂടിയ എല്ലാവരും ആ മകളെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഇവിടെ ഇതാ കർത്താവ് വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഈ മകൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് പരിഹസിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കെല്ലാവർക്കും അറിയാം ഈ മകൾ മരിച്ചു, ഇനിയും തിരിച്ചു വരുവാൻ ഒരു നിർവാഹം പോലുമില്ല, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ, ലോകം എഴുതുമ്പോൾ, എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നാം എപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ നിശ്ചതയിലും എല്ലാ പ്രയാസങ്ങളുടെ ഒടുവിൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു എന്നുള്ള വലിയ തിരുവചനവുമാണ് ഇന്ന് എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് ഇപ്രകാരമാണ്. വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തു നിന്നവനേ, വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തു നിന്നവനേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ പാട്ട് സാജൻ പി മാത്യു എന്ന പുരോഹിതൻ എഴുതിയത്. ആ പാട്ടിൻ്റെ അർത്ഥം അത് തന്നെയാണ് പ്രിയമുള്ളവരെ.
ഏറ്റവും പ്രയാസപ്പെട്ട് രാത്രി മൊത്തം അധ്വാനിക്കുന്ന ശിഷ്യന്മാർക്ക് തിരിച്ച് എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ പ്രയാസങ്ങളോടെ തിരിച്ചു വന്ന ശിഷ്യന്മാർക്ക് കർത്താവ് വാത്സല്യത്തിൻ്റെ ഒരു പ്രാതൽ അവിടെ ഒരുക്കുകയാണ്. ആ പ്രാതൽ മൂലം ശുശ്രൂഷയിലേക്ക് തിരിച്ച് മടങ്ങി വരുന്നതായിട്ടുള്ള ശിഷ്യന്മാരെയും നാം അവിടെ കാണുന്നു. അതുകൊണ്ട് വിശ്വാസമാണ് ഒരു യാത്രയാണെങ്കിൽ, വിശ്വാസം ഒരു ചലനമാണെങ്കിൽ, ഈ ചലനത്തിൽ, ഈ യാത്രയിൽ ഒരു പക്ഷേ നമുക്ക് നിശ്ചലമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കായി പോകുന്ന അനുഭവങ്ങളുണ്ടാകും. ആ ഒറ്റയ്ക്കായി പോകുന്ന അനുഭവങ്ങളിലൊക്കെ പ്രിയമുള്ളവരെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ ഉള്ളൊരു പിടിവള്ളിയാണ് ഈ ദൈവ വിശ്വാസം, ഇല്ലെങ്കിൽ ദൈവ ആശ്രയം എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് പിടിച്ചു തൂങ്ങുവാൻ ഒരു വള്ളി എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒന്ന്, ഫെയ്ത്ത് ഈസ് എ മൂവ്മെൻറ്റ്, ഒരു ചലനമാണ്. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്തു നിന്നും ആയിരിക്കേണ്ട സ്ഥാനത്ത്, വേർ ഐ ആം ടു വേർ ഐ എം കോൾഡ് ടു ബി. ഞാൻ എവിടെയാണ് യാത്ര ചെയ്യുന്നത്? കർത്താവിങ്കിലേക്കാണ്. രണ്ടാമത് പറഞ്ഞു, ഫെയ്ത്ത് ഇസ് എൻഡ്യൂറൻസ്, വിശ്വാസം സഹിഷ്ണുതയാണ്. പലപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം നിന്നുപോയി എന്ന് വിചാരിക്കാം. എന്നാൽ കർത്താവ് നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ തലക്കെട്ടിലേക്ക് തിരിച്ചു വരട്ടെ. ഫെയ്ത്ത് ആൻഡ് ദ ബൗണ്ടറീസ് എന്നായിരുന്നു എൻ്റെ ടൈറ്റിൽ. ഈ ഫെയ്ത്ത് ആൻഡ് ബൗണ്ടറീസ് ആർ കോൺട്രാസ്റ്റിംഗ്, ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. എന്നിരുന്നാലും ഈ ബൗണ്ടറിയിൽ തന്നെ കൺഫൈൻഡ് ആയിട്ടിരുന്നാൽ, ഈ അതിരുകളിൽ തന്നെ നമ്മൾ ഒതുങ്ങിക്കൂടിയാൽ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടമാകും. എന്നാൽ ഈ ജൈറോസിനെ പോലെ, ഈ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ പോലെ നമുക്കും പ്രിയമുള്ളവരെ ഈ ഭേദികൾ, ഈ ഒരു അതിർത്തികൾ, ഈ ഒരു ബൗണ്ടറീസിനെ ഭേദിച്ചു ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്തിലൂടെയുള്ള യാത്രയിൽ നമുക്ക് എത്തേണ്ട സ്ഥാനം കർത്താവിങ്കിൽ മാത്രമാണ്. അത്തരത്തിൽ വിശ്വാസത്തിൽ ആഴ്ന്ന് ജീവിപ്പാൻ, വിശ്വാസത്തിലൂടെ ജീവിപ്പാൻ, വിശ്വാസത്തെ ഒരിച്ചിലൂടെ എക്സ്ട്രാ സ്റ്റെപ്പ് നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.